കൊല്ലാനുള്ള കൊട്ടേഷൻ സ്വീകരിച്ചത് മൈനറായ 17കാർ. വല്യപ്പനെ അവർ തല്ലിക്കൊന്നു. ഈ സംഭവം കരുവാറ്റായിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വയോധികനായ ശിവൻകുട്ടി എന്ന 65 വയസ്സുകാരനെയാണ് കൊന്നത്. അയാളുടെ കൊച്ചുമകൾ, അവളാണ് കൊട്ടേഷൻ കൊടുത്തത്. ഇവരിപ്പോൾ കരുവാറ്റയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസമാണ്. ശിവൻകുട്ടി ചെട്ടിയാരും ഭാര്യയും മകളും. ആ മകളുടെ ആദ്യത്തെ കുടിയിലെ മകളാണ് 13 വയസ്സുകാരി. ഭർത്താവ് ഇപ്പം ഗൾഫിലാണ്. ഇവരെ മകളുടെ വല്യപ്പനെ തനിച്ച് വീട്ടിലാക്കിയിട്ട് വല്യമ്മയും മകളും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവരെ ഡെലിവറിക്ക് പോയിരിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം. ആ വീട്ടിൽ വല്യപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാടക വീടാണ്. ഇവരുടെ യഥാർത്ഥ വീട് കരുവാറ്റയിലല്ല, കൊല്ലം പരവൂരാണ്. കൊല്ലം പരവൂർ നെടുങ്ങോലം കൊച്ചാലും കൂട് സരസ്വതി വിലാസത്തിൽ ശിവൻകുട്ടിയെയാണ് കൊച്ചുമകൾ കൂട്ടുകാരും കൂടി കൊലപ്പെടുത്തിയത്. കേരളത്തെ യഥാർത്ഥത്തിൽ ഞടുക്കി എന്ന് പറയേണ്ടി വരും. ഒരു ക്രിമിനലായിട്ട് വളർന്ന വിവരം ആ വീട്ടുകാരോ നാട്ടുകാരോ നമ്മളാരും അറിഞ്ഞില്ല. കേരളത്തിലെ വലിയ പ്രൊഫഷണൽ കില്ലേഴ്സ്, കൊലപാതകങ്ങൾ ചെയ്യുന്ന അതേ രീതിയിലുള്ള വെൽ പ്ലാൻഡ് ആയിട്ട ഒരു കൊലപാതകമാണ് 8ാം ക്ലാസ്സുകാരി കുട്ടി ചെയ്തത്. അതിൻ്റെ പ്ലാനിങ് എല്ലാം അവളുടെ തന്നെ. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വല്യപ്പനും നേരത്തെ അവർ താമസിച്ചിരുന്ന കൊല്ലം പരവൂരായിരുന്നു. അവിടെ തന്നെയായിരുന്നു ഈ കുട്ടി പഠിച്ചതും. ആ സമയത്ത് അവിടെയുള്ള ആ പെൺകുട്ടിയുടെ ഒരു കാമുകനും അവൻ്റെ കൂട്ടുകാരുമാണ് ഈ കൃത്യം നടത്തിയത്. ഈ പെൺകുട്ടി ഇപ്പോൾ കരുവാറ്റയിൽ താമസം തുടങ്ങിയ ശേഷം പലപ്പോഴും താമസിച്ച് വീട്ടിൽ വരിക, കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുക. ഇതെല്ലാം കണ്ടപ്പം വല്യപ്പൻ വഴക്കു പറഞ്ഞു. മൊബൈൽ കൊടുക്കാതെയായി. പക്ഷേ മൊബൈലിൽ എന്തൊക്കെ പ്രൊവിഷനുണ്ട് എന്നുള്ള ആ കുട്ടി നേരത്തെ പഠിച്ചിരിക്കുന്നു. അതിനകത്ത് വാട്സാപ്പിൻ്റെയും മെസ്സേജ് അയക്കേണ്ടതും വാട്സാപ്പ് സന്ദേശം കൈമാറേണ്ടതും ലൈവായിട്ട് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാളുമായിട്ട് പങ്കുവെക്കാനുള്ള എല്ലാ ടെക്നോളജിയും, മൊബൈലിലുള്ള മിക്കവാറും എല്ലാ ടെക്നോളജിയും ഈ പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞു. നല്ലൊരു ക്രിമിനലിൻ്റെ മൈൻഡായി മാറി പെൺകുട്ടിക്ക്. ആ വല്യപ്പൻ വഴക്ക് പറഞ്ഞതിലൊരു വൈരാഗ്യമുണ്ട്. രണ്ടാമത് തൻ്റെ വല്യപ്പനെയും അമ്മയും വല്യമ്മയും അവരെ സ്വന്തം ബ്ലഡിലുള്ളവരെക്കാട്ടിലും വിശ്വാസം പരവൂര് താമസ സമയത്ത് അടുത്തുള്ള 3 പയ്യന്മാർ, ഒരു പയ്യൻ ഈ പെൺകുട്ടിയുടെ കാമുകനുമാണ്. ജീവിതത്തിലെ പ്രായമായവർ ചെയ്യുന്ന എല്ലാ ചിന്തകളും പ്രവൃത്തികളും അതെല്ലാം കുട്ടികൾ ആ പെൺകുട്ടി പഠിച്ചിരിക്കുന്നു. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കൂട്ടുകാരാണ് എന്നാണ് ഇപ്പം പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഘത്തിൻ്റെ പ്ലാനിങ് അത് പെൺകുട്ടി ഒന്നും അറിയാത്ത പോലെ ഈ വാടക വീടിൻ്റെ തൊട്ടടുത്ത് അവരുടെ വീട് പണിയുന്നുണ്ട്. കൊല്ലം പരവൂർ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ പയ്യന്മാരുമായിട്ടുള്ള അടുപ്പം കൊണ്ട് ആ പയ്യന്മാർക്കൊരു ഐഫോൺ വേണം, വില കൂടിയ 1 ലക്ഷം രൂപ. പിന്നെ ഒരു 2 വീലർ വേണം. അത് കൊടുക്കാമെന്ന് സംഘടിപ്പിക്കാമെന്ന് ഈ പെൺകുട്ടി സമ്മതിച്ചു. അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അവരെ വരുത്തി വല്യപ്പനെ കൊന്ന് വീട്ടിലുള്ള 6 പവനും അവിടെ ക്യാഷും മറ്റും എടുക്കുന്നതിന് തടസ്സമില്ല, എടുത്തു കൊടുക്കാം എന്നാണ് പെൺകുട്ടി അവരെ ബോധ്യപ്പെടുത്തിയത്. അതനുസരിച്ച് ആ മൈനറായ 17 വയസ്സുകാർ 3 പേരും കൊല്ലത്തു നിന്ന് ട്രെയിനിൽ ഈ സംഭവ സ്ഥലത്തേക്ക് വന്നു. അവർ 3 പേരും ട്രെയിനിൽ അവിടെ വന്നപ്പം ആ വീടിൻ്റെ മുൻവശത്ത് നിന്ന് എങ്ങനെയാണ് വീട്ടിൽ കയറേണ്ടത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെ മൊബൈലിൽ കൂടെ കാണിച്ചും കൊടുത്തു. വീടിൻ്റെ മുൻവശത്തൂടെ കയറരുത്, പിൻവശത്തൂടെ വേണം കയറാൻ.
CCTV ദൃശ്യത്തിലും മറ്റേതിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് ഒഴിവാക്കി ആ വീടിൻ്റെ പിൻവശം നിന്ന് മതിൽ ചാടി അകത്ത് കയറിയാൽ ആ വീടിൻ്റെ മൂലയിലുള്ള ശുചിമുറിയുടെ ഒരു ഷീറ്റ് ഇളക്കി ആ വഴി അകത്ത് കയറാം. അത് പെൺകുട്ടി നിർദ്ദേശിച്ചു കൊടുത്തതാണ്. എങ്ങനെയാണ് കയറേണ്ടതെന്ന് പഠിപ്പിച്ചു. അങ്ങനെ കയറി വന്ന് 65 വയസ്സുകാരനായ ശിവൻകുട്ടി ചെട്ടിയാരെ അവർ ബലം പ്രയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും കെട്ടി. അത് കെട്ടുക സാധാരണ ഒരു കെട്ടല്ല, തുണി ഷീറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മുണ്ടുപയോഗിച്ചിട്ട് കറക്റ്റ് കാല് ചുറ്റി കെട്ടി. കഴുത്തും അതുപോലെ ഷീറ്റ് കൊണ്ട് കഴുത്ത് മുറുക്കി. അതിനുമുമ്പ് അയാളെ നഗ്നനാക്കിയിരിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ അയാളെ ബലം പ്രയോഗിച്ച് കിടത്തി നഗ്നനാക്കിയിട്ടുണ്ടാവണം. അതിനുശേഷം ആയിരിക്കണം കൊലപാതകം നടത്തിയത്. ആ വീട്ടിലെ 5-6 പവൻ്റെ ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളുണ്ട്, അല്പം ക്യാഷും ഉണ്ടെന്ന് പെൺകുട്ടിയിൽ നിന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ വീട് വന്നു. ഈ വഴി കയറി ഇയാളെ കൊലപ്പെടുത്തിയ ശേഷം വീടിനകത്ത് മുറികളെല്ലാം തപ്പി സ്വർണം 5-6 പവന് ഉള്ളതെടുത്തു, അല്പം സ്വല്പം ക്യാഷും എടുത്ത് അവർ പോയി. അതിനുശേഷം അടുത്ത ദിവസം ഇന്നലെ വല്യപ്പനെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, കാണുന്നില്ല വീട്ടിലെ എന്നുള്ള രീതിയിൽ പെൺകുട്ടി അയൽവക്കംകാരെടുത്ത് പറഞ്ഞു. 9-ാം വാർഡിലെ പടിയിറ്റതിൽ വീട്ടിലെ അവിടുത്തെ മെമ്പറുണ്ട്. മെമ്പർ ഇവരിവിടെ താമസം തുടങ്ങിയ ശേഷം പല സന്ദർഭത്തിൽ അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം വേണമെന്ന് ചോദിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അവർ പല കാര്യങ്ങളും അവരോട് ചോദിക്കുമ്പോൾ അവർ അതിലൊന്നും വലിയ മറുപടി നൽകാറില്ല. ഈ ഓപ്പറേഷൻ സമയത്ത് അവർ മൊബൈൽ ഫോണിലും ചാനലിനൊക്കെ പഠിച്ചതായിരിക്കാം. അവർ 3 പേരും ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു. 6 പവൻ അവിടുന്ന് കിട്ടി അവർക്ക്. അത് എടുത്ത ശേഷം അവരവിടുന്ന് പിൻവശത്തൂടെ തന്നെ പോയി. അവർ പോയ ശേഷം കൊട്ടേഷൻ നടപ്പാക്കി എന്ന് 13 വയസ്സുകാരിയെ ബോധ്യപ്പെടുത്താനായിട്ട് അവർ കൊല്ലുന്ന ദൃശ്യങ്ങളെല്ലാം ആ പെൺകുട്ടിക്ക് മൊബൈലിൽ കൂടി അയച്ചു കൊടുത്തു. അവൾക്കത് ബോധ്യപ്പെട്ടു. അതിനുശേഷമായിരിക്കണം അവൾ ഒരു കഥയുണ്ടാക്കാൻ ശ്രമിച്ചു. വീട് തുറക്കുന്നില്ല, വീട്ടിൽ വല്യപ്പനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആ വീട്ടുകാരുമായിട്ട് അടുത്തുള്ളവർക്കൊന്നും അത്ര ബന്ധങ്ങളില്ല. 1-2 വർഷമായി ഇവരോട് വന്നിട്ട് താമസം തുടങ്ങിയത്. തൊട്ടടുത്ത് ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് അവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ അവർ ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടിയാണിത്. അവർ 2ാമത് വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസവത്തിനാണ് ഇപ്പോൾ ആലപ്പുഴയിൽ പോയിരിക്കുന്നത്. ആലപ്പുഴയിൽ പോയപ്പം ആ പെൺകുട്ടിയുടെ അമ്മയും കൂടെ പോയി. ഭർത്താവ് വിദേശത്താണ്, 2ാം ഭർത്താവ് വിദേശത്താണ്. നിയമപരമായി വേർപെടുത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു അത്. പക്ഷേ ആദ്യത്തെ കുട്ടി വല്യപ്പൻ്റെയോടൊപ്പം പരവൂർ കുടുംബ വീട്ടിലൊക്കെ ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വാടക വീട് വന്ന ശേഷം ഇങ്ങോട്ടും വരും. ഞായറാഴ്ച പെൺകുട്ടി വീട്ടിലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. രാവിലെ വന്നപ്പം അപ്പൂപ്പനെ കണ്ടില്ല, അവിടെ ഉണ്ടോ ഇല്ലയോ സംശയം, വാതിൽ തുറക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കഥകളാണ് രാവിലെ പ്രചരിപ്പിച്ചത്. ഏതായാലും അവിടുത്തെ പഞ്ചായത്തിലെ മെമ്പർമാരും മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നു. അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് തുറന്നിട്ടു. അപ്പോഴാണ് ശിവൻകുട്ടി ചെട്ടിയാരെ കൊലപ്പെടുത്തി കിടക്കുന്നത് കാണുന്നത്. പോലീസിനെ അറിയിച്ചു. ഏതായാലും പോലീസെല്ലാം വന്നു. കേസിൻ്റെ അന്വേഷണം അവർ ഏറ്റെടുത്തു. പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പം ആ പെൺകുട്ടിയുടെ മൊഴികൾ പൊരുത്തമില്ലാഴിക കണ്ടു. ഞായറാഴ്ച ഈ കൊലപാതകം നടക്കുമ്പോൾ പെൺകുട്ടി എവിടെയാണെന്നുള്ള ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരമില്ല. ആ വീട്ടിലില്ലായിരുന്നു. പണി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കരുവാറ്റ അങ്ങനെ ഒരു തൃപ്തികരമായൊരു ആൻസർ കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കൊലപാതകം നടന്നിരിക്കുന്നു. ഏതായാലും പോലീസിന് ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്, അതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഞായറാഴ്ച അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും പെൺകുട്ടിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പരിശോധിച്ചു. 13 വയസ്സിൽ മൊബൈൽ ഫോൺ കാണാൻ പാടില്ലല്ലോ.
18 വയസ്സിന് ശേഷം മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുള്ളല്ലോ. പക്ഷേ മൊബൈൽ വശിപ്പം പോലീസ് തന്നെ ഞെട്ടിപ്പോയി. കാരണം കൊല്ലുന്ന സീനിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ച് ഈ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ അയച്ചു കൊടുത്തിരിക്കുന്നു. പെൺകുട്ടിക്ക് തൃപ്തിയായി, കൊലപാതകം നടന്നു എന്നുറപ്പായി. വീട്ടിലെ ഗോൾഡെല്ലാം കൊണ്ടുപോയി. ഐഫോണും അവർക്ക് വാങ്ങിക്കാം, 2 വീലറും അവർക്ക് വാങ്ങിക്കാം. അങ്ങനെ അവർക്ക് വലിയ സന്തോഷമായി, തൃപ്തി അടഞ്ഞു. പക്ഷേ ഈ വന്നുപോയ ആ പയ്യന്മാരുടെ മൊബൈൽ ഫോൺ നമ്പരൊക്കെ പോലീസിന് വളരെ ഈസിയായിട്ട് ആ കുട്ടിയുടെ മൊബൈലിൽ നിന്നെല്ലാം ലഭിച്ചു. ഏതായാലും സംശയം തോന്നി പെങ്കുച്ചിനെ ചോദ്യം ചെയ്തതോടുകൂടി കൺഫസ് ചെയ്തു. അവൾക്കൊരു കുലുക്കവുമില്ല, അതിലൊരു സങ്കടവുമില്ല, വിഷമവുമില്ല. 13 വയസ്സേ ആയുള്ളൂ എന്ന് വിചാരിച്ചോണം. പക്ഷേ പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. ആ 3 പയ്യന്മാരെയും കസ്റ്റഡിയിലെടുത്തു. അവർ 6 പവൻ്റെ മാല അവർ കരുനാഗപ്പള്ളിയിൽ വിൽക്കാൻ ശ്രമിച്ചു. അവിടെ വെച്ച് പിടി വീണു പോലീസിൻ്റെ. പയ്യന്മാർ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലാണ്. 4 പേരും ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആ മൈനറായ 17കാർ എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. പെൺകുട്ടിയും ഡ്രഗ്സിന് അടിമയാണോ ഇല്ലയോ എന്ന് പരിശോധിച്ച് വരികയാണ്. ആകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എങ്കിലും ആ ഓപ്പറേഷൻ രീതിയും കൊലപാതക രീതിയൊക്കെ ഒരു പ്രൊഫഷണൽ ആൾക്കാർ ചെയ്യുന്ന പോലെ. കാരണം 3 പയ്യന്മാരും ഗ്ലൗസ് ധരിച്ചിരിക്കുന്നു. ഫിംഗർ പ്രിൻറ്റിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. അതെങ്ങും പതിയാതിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. അതുപോലെ ഇതൊരു പ്രൊഫഷണൽ ആൾക്കാർ വന്ന് മോഷണം നടത്തിയ ശേഷം മോഷണം നടത്താൻ വേണ്ടി കൊന്നതാണ് എന്നൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ് ശുചിമുറിയിലെ മുകളിലത്തെ ഷീറ്റ് പൊളിച്ചകത്തോട്ട് കയറിയത്. പെൺകുട്ടിക്ക് വേണമെങ്കിൽ വാതിൽ തുറന്ന് ഇവരെ അകത്തേക്ക് പറഞ്ഞു വിടാമായിരുന്നു. അവിടെ ഒരു പ്രൊഫഷണലിസം കാണിച്ചിരിക്കുകയാണ്. ആ ശുചിമുറിയുടെ മൂലയിലെ ആസ്പത്രി ഷീറ്റ് മാറ്റി ആ വഴി ഇറങ്ങി വീട്ടിനകത്ത്. അത് തന്നെ തിരിച്ചു പോയപ്പോഴും വരുന്നതൊന്നും കാണാതിരിക്കാൻ വേണ്ടി വീടിൻ്റെ പിൻവശമാണ് ഉപയോഗിച്ചത്. ഏതായാലും അരിപ്പാട്ട് ബ്ലോക്ക് പ്രസിഡൻറ്റ് VK നാഥനും അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഭാര്യയും ഭർത്താവും പടിയിച്ചത് വീട്ടിലെ 9ാം വാർഡ് മെമ്പറായ ആ മെമ്പറും ഭാര്യയൊക്കെ ഇതേപ്പറ്റി കൂടുതൽ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ഒക്കെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സമ്മതിച്ചില്ല, അവർ കൊടുത്തില്ല. ഏതായാലും കൊല്ലം പരവൂർ താമസിക്കുന്ന അല്ലെങ്കിൽ നെടുങ്ങോലം കൊച്ചാലുംകൂട് സരസ്വതി നിവാസിലെ ശിവൻകുട്ടി ചെട്ടിയാർ 65 വയസ്സ്. കൊച്ചുമകളെ ഒരു വഴക്ക് പറഞ്ഞതിലാണ് തുടക്കം. കൊച്ചിന് വൈരാഗ്യം വന്നു. രണ്ടാമത് കുട്ടിയും അതുപോലെ കുട്ടിയുടെ കാമുകനും കൂട്ടുകാരുമായ ആ കുട്ടികളുടെ ഒപ്പം നിന്ന് അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കുകയാണ്. വല്യപ്പനെ കൊന്നാലും വേണ്ടില്ല, പണം കിട്ടണം അവർക്ക്. അതനുസരിച്ച് ആ 4 പേരും മൂവ് ചെയ്തു എന്നുള്ളതാണ്. അടുത്തൊരു പ്രത്യേകത, പോലീസിനെ ആ വീടിനകം മുറികളൊക്കെ പരിശീലിച്ച് പെൺകുട്ടിക്കൊരു മുറിയുണ്ട്. ആ മുറിയിലൊന്നും ആരും കയറിയിട്ടില്ല. അവിടെ ഒരു മോഷണശ്രമവും നടന്നിട്ടില്ല. അവിടെ മുതലൊരു സംശയം തോന്നി ഈ കുട്ടിയുടെ കാര്യത്തിൽ. കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തപ്പം പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും വന്നു. രാത്രിയിൽ എവിടെ താമസിച്ചു എന്നുള്ള കാര്യത്തിൽ, കൊലപാതകം നടക്കുന്ന കാര്യത്തിൽ അക്കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടി. ഈ പെൺകുട്ടിയും ഈ സമയത്ത് വെളിയിലോ അവിടെ വീട്ടിലോ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനൊക്കില്ല. അതിലേക്കൊക്കെ ഇനി വളരെ വിശദമായ ചോദ്യം ചെയ്തില്ലേ മനസ്സിലാവുള്ളൂ. ഏതായാലും ഇതുപോലെയുള്ള ക്രിമിനാലിറ്റി കുട്ടികളിലെ വ്യാപകമായി കേരളത്തിൽ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുന്നു. 13 വയസ്സുകാരിയാണ് കൊട്ടേഷൻ കൊടുക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് 16-17 വയസ്സുള്ള കുട്ടികളാണ്. ക്രിമിനൽ ആയി മാറിക്കഴിഞ്ഞ് ഇപ്പോഴത്തെ തലമുറയിലെ നല്ലൊരു ശതമാനം എന്നാണ് ഇന്നും പഠിക്കേണ്ടത്. അടിയന്തരമായിട്ട് ചികിത്സ വേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക്. കാരണം മൊബൈൽ ഫോണ് 18 വയസ്സിന് ശേഷം മാത്രമേ കാണാൻ പാടുള്ളൂ. പക്ഷേ ക്ലാസ്സുകളിലും കോളേജുകളിലും എല്ലാം മൈനറായ എല്ലാ സ്ഥലങ്ങളിലും മൊബൈൽ ഇല്ലാതെ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ എന്ത് ചെയ്യാനൊക്കും? അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം വന്നിരിക്കുന്നത്. വീട്ടിൽ ചെന്നാലും ശരി, അവർക്ക് മൊബൈൽ പേരൻസിൻ്റെ ഇല്ലാതെ ക്ലാസ് ടീച്ചറും മറ്റവരൊക്കെ അങ്ങോട്ടാണ് പേരൻസിൻ്റെ മൊബൈൽ ഫോണിൽ, അല്ലെ അമ്മയുടെ അല്ലെ അപ്പൻ്റെ മൊബൈൽ ഫോണിലാണ്
സ്കൂളിലെയും കോളേജുകളിലെയൊക്കെ വാർത്തകൾ, പഠന കാര്യങ്ങൾ ഇതെല്ലാം അയച്ചു കൊടുക്കുന്നതും. അപ്പം മൊബൈൽ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി മാറണം. ഇങ്ങനെയുള്ള ഹോംവർക്കുകളൊന്നും ഇനി കൊടുക്കണ്ട. എല്ലാ കുട്ടികളും അവർക്ക് സ്കൂളിലിരുന്ന് പഠിക്കാനുള്ള സന്ദർഭമുണ്ട്. അവിടെ തന്നെ പഠിക്കുകയും എഴുതുകയും വായിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യാം. വീട്ടിൽ വന്നാൽ അധികം അവർക്ക് ഇതിലേക്ക് മൊബൈൽ ഉപയോഗിച്ച് അവരുടെ ഹോംവർക്കുകൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലാതാണ്. പല സ്കൂളുകളും കോളേജുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വീട്ടിലിരുന്നുള്ള പഠിത്തം കുറവാണ്. കാരണം അവർ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകളിൽ അവർ ക്ലാസ് എടുക്കുകയും കുട്ടികളെ ക്ലാസ് ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച. അതുതന്നെയല്ല, ഇതുപോലെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹോംവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോണിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് യൂസ് ഉണ്ടാവും. അമ്മയുടെയോ അപ്പൻ്റെയോ മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കേണ്ടി വരും. ആ ഒരു സന്ദർഭത്തിൽ അവർ വീട്ടുകാരെ വെട്ടിച്ച് ഇതുപോലെയുള്ള ക്രൈം റിലേറ്റഡായ ക്രൂരമായ കൊലപാതകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊണ്ടും അവരുടെ മനസ്സ് മാറി. അവർക്ക് മനുഷ്യത്വം എന്ന് അവരുടെ ബ്ലഡിലില്ല, അവരുടെ കുടുംബബന്ധങ്ങളില്ല. അതുപോലെ ലഹരിയുടെ ആ ഒരു പതനത്തിൽ അവർ വന്നതുകൊണ്ട് ആ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റു ചില മാനുഷിക മൂല്യങ്ങളൊന്നും അവരുടെ തലയിൽ കയറില്ല. പൊതുവെ കേരളത്തിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം ഒരു ക്രിമിനാലിറ്റിയിലേക്ക് കുട്ടികൾ മുഴുവൻ ചെന്നെത്തിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.